സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു നിശ്ശബ്ദ നിഴൽ ഉയർന്നു. ഒരു നിമിഷം കൊണ്ട് ആകാശം കീറി പാഞ്ഞു. പിന്നെ ആയിരക്കണക്കിനു കിലോമീറ്ററുകളകലെ കൃത്യമായ ലക്ഷ്യത്തിൽ പതിച്ചു. ഒരു സ്ഫോടനം മാത്രമല്ലാത് ലോകശക്തി സമവാക്യങ്ങളിലേക്ക് ചൈന എഴുതിച്ചേർത്ത പുതിയ മുന്നറിയിപ്പായിരുന്നു. പസഫിക്കിന്റെ തിരമാലകൾക്കടിയിൽ നടന്നത് ഒരു സാധാരണ മിസൈൽ പരീക്ഷണമല്ല. അമേരിക്ക വർഷങ്ങളായി ആധിപത്യം പുലർത്തിയ സമുദ്രതന്ത്രങ്ങൾക്ക് ചൈന നൽകിയ നിശ്ശബ്ദ മറുപടിയായിരുന്നു അത്. ലോകം ഭീഷണിയെന്ന് വിളിക്കുമ്പോൾ ചൈന അതിനെ പ്രതിരോധ പരിശീലനമെന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇന്നത്തെ ചൈനയെ ഇനി സാമ്പത്തിക ശക്തിയായി മാത്രം കാണാൻ കഴിയില്ല. കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളെ ലക്ഷ്യമിടുന്ന സാങ്കേതിക കരുത്തും അതിനെ കൃത്യമായി നിയന്ത്രിക്കുന്ന സൈനിക ശേഷിയും സ്വന്തമാക്കിയ ഒരു പുതിയ മഹാശക്തിയാണ് ചൈന. എന്തുകൊണ്ടാണ് ഈ പരീക്ഷണം ലോകത്തെ ഇത്രയും അസ്വസ്ഥമാക്കിയത്? എന്തുകൊണ്ടാണ് പസഫിക്കിലുടനീളം രാജ്യങ്ങൾ അടിയന്തര സുരക്ഷാ ചർച്ചകൾ ആരംഭിച്ചത്? ഇത് വെറുമൊരു മിസൈൽ പരീക്ഷണമാണോ, അതോ അമേരിക്കൻ ആധിപത്യത്തിനു നേരെ ചൈന ഉയർത്തിയ ഏറ്റവും ശക്തമായ തന്ത്രപരമായ സന്ദേശമോ? പസഫിക്കിന്റെ ആഴങ്ങളിൽ നിന്ന് ലോകരാഷ്ട്രീയത്തെ നടുക്കിയ ആ നിമിഷത്തിന്റെ പിന്നിലെ യഥാർത്ഥ കഥയിലേക്കൊന്നെത്തിനോക്കാം. പസഫിക് സമുദ്രത്തിൽ ആണവശേഷിയുള്ള തന്ത്രപ്രധാന അന്തർവാഹിനിയിൽ നിന്നൊരു മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചതായി ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ഏഷ്യൻ മേഖലയിൽ സുരക്ഷാ ചർച്ചകൾ വീണ്ടും സജീവമാവുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തെ വെറും ഭീഷണിയെന്ന നിലയിൽ മാത്രം കാണുന്നത് യാഥാർത്ഥ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ചൈനയുടെ വാദമനുസരിച്ച് ഇത് പതിവ് സൈനിക പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു. ഒരു ഡമ്മി പരിശീലന വാർഹെഡാണ് ഉപയോഗിച്ചതെന്നും പരീക്ഷണം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടത്തിയതെന്നും ചൈന വ്യക്തമാക്കി. ഇന്ന് ലോകത്തിലെ എല്ലാ പ്രധാന സൈനിക ശക്തികളും തങ്ങളുടെ പ്രതിരോധശേഷി കാലാനുസൃതമായി പരീക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക വർഷത്തിൽ നിരവധി ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ ആണവശക്തികളും സമാന പരിശീലനങ്ങൾ പതിവായി സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ചൈനയുടെ കാര്യത്തിൽ മാത്രം ഇത്തരം പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അസാധാരണ സംഭവമായി ചിത്രീകരിക്കപ്പെടുന്നത് ചൈന പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഇരട്ടത്താപ്പിന്റെ ഉദാഹരണമായാണ് കാണപ്പെടുന്നത്. ചൈനീസ് നാവികസേനയുടെ ഔദ്യോഗിക വിശദീകരണമനുസരിച്ച് പ്രാദേശിക മണി 12:01 പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ ഒരു തന്ത്രപ്രധാന ആണവ അന്തർവാഹിനിയിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ ആണവ വാർഹെഡിനു പകരം പരിശീലനത്തിനായുള്ള ഡമ്മി വാർഹെഡാണ് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സമുദ്രമേഖലയിലാണ് മിസൈൽ കൃത്യമായി പതിച്ചതെന്നും പരീക്ഷണത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി കൈവരിച്ചതായും ചൈന അറിയിച്ചു. ഇത്തരമൊരു പരീക്ഷണം നടത്താൻ കഴിയുന്നത് ഒരു രാജ്യത്തിന്റെ സാങ്കേതിക ശേഷിയുടെയും സമുദ്ര പ്രതിരോധ സംവിധാനത്തിന്റെയും ഉയർന്ന നിലവാരത്തിന്റെ തെളിവാണ്. അന്തർവാഹിനിയിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കുന്നത് കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ സങ്കീർണമാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നൂറുകണക്കിനു മീറ്റർ ആഴത്തിൽ സഞ്ചരിക്കുന്ന ഒരു അന്തർവാഹിനിയിൽ നിന്ന് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് മിസൈൽ എത്തിക്കുന്നത് അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങളും കൃത്യമായ നിയന്ത്രണ സാങ്കേതികവിദ്യയും ആവശ്യപ്പെടുന്നു. ഈ പരീക്ഷണം വിജയിച്ചതോടെ ചൈനയുടെ സമുദ്രാധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ പക്വത കൈവരിച്ചു എന്ന സന്ദേശമാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ചൈനയുടെ പ്രതിരോധ നയം വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു കാലത്ത് തീരസംരക്ഷണത്തിനു മാത്രം പ്രാധാന്യം നൽകിയിരുന്ന ചൈനീസ് നാവികസേന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനകളിലൊന്നായി വളർന്നു. വിമാനവാഹക കപ്പലുകൾ, ആണവ അന്തർവാഹിനികൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകൾ, ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിലൂടെ ചൈന തന്റെ പ്രതിരോധശേഷി വ്യാപകമായി വികസിപ്പിച്ചു. ഈ മാറ്റം ആക്രമണ നയത്തിന്റെ ഭാഗമാണെന്ന് ചൈന നിഷേധിക്കുന്നു. മറിച്ച് വർദ്ധിക്കുന്ന അന്താരാഷ്ട്ര മർദ്ദവും ഇൻഡോ പസഫിക് മേഖലയിലെ സൈനിക സാന്നിധ്യത്തിനുമുള്ള പ്രതിരോധ പ്രതികരണമാണെന്നാണ് ചൈനീസ് വിശദീകരണം. അമേരിക്കയുടെ ഇൻഡോ പസഫിക് തന്ത്രം, ഓക്കസ് കരാർ, ക്വാഡ് സുരക്ഷാ സഹകരണം, ദക്ഷിണ ചൈന കടലിലെ അമേരിക്കൻ നാവികസേനയുടെ സ്ഥിരം പട്രോളിംഗ്, തായ്വാൻ കടലിടുക്കിലെ സൈനിക നീക്കങ്ങൾ തുടങ്ങിയവ ചൈന സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചുവെന്നാണ് ചൈനീസ് വിദഗ്ധർ വാദിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ വിശ്വസനീയമായ പ്രതിരോധശേഷി നിലനിർത്തുന്നതൊരു പരമാധികാര രാഷ്ട്രത്തിന്റെ സ്വാഭാവിക അവകാശമാണെന്നാണ് ചൈനയുടെ നിലപാട്. ചൈനയുടെ പ്രതിരോധ നയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാശയമാണ് വിശ്വസനീയമായ പ്രതിരോധം അഥവാ ക്രെഡിബിൾ ഡിറ്ററൻസ്.
ഒരു രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന സന്ദേശം എതിരാളികൾക്ക് നൽകുക എന്നതാണ് ഈ നയത്തിന്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ടുതന്നെ മിസൈൽ പരീക്ഷണങ്ങൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് യുദ്ധം ഒഴിവാക്കാനുള്ള പ്രതിരോധ സന്ദേശമാണെന്ന് ചൈനീസ് സൈനിക വിശകലനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ പരീക്ഷണത്തെ തുടർന്ന് ന്യൂസിലാൻഡും ജപ്പാനും ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂസിലാൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് അഭിപ്രായപ്പെട്ടു, പസഫിക് സമാധാനത്തിന്റെ സമുദ്രമാകണമെന്നും ആണവവാഹകശേഷിയുള്ള മിസൈൽ പരീക്ഷണങ്ങൾ പ്രാദേശിക സ്ഥിരതയെ ബാധിക്കാമെന്നും ജപ്പാനും ചൈന പുനർവിചിന്തിക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് മറുപടിയായി ചൈനീസ് നിരീക്ഷകർ ഉയർത്തുന്ന ചോദ്യം വേറെയാണ്. അമേരിക്കയും മറ്റ് ആണവശക്തികളും നടത്തുന്ന സമാന പരീക്ഷണങ്ങളെക്കുറിച്ച് ഇതേ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എത്രത്തോളം ഉയരുന്നു എന്നതാണ് അവർ ചോദിക്കുന്നത്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തതുപോലെ പരീക്ഷണത്തിനു മുൻപ് പസഫിക് മേഖലയിലെ ചില രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾക്ക് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചാണ് പരീക്ഷണം നടത്തിയതെന്ന വാദത്തിന് ബലം നൽകുന്നു. അപകടസാധ്യത ഒഴിവാക്കാനും കപ്പൽ യാത്രയെ ബാധിക്കാതിരിക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്നും ചൈന വിശദീകരിച്ചു. പരീക്ഷണത്തിനു മുന്നോടിയായി പസഫിക് സമുദ്രത്തിൽ 3 ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പലുകൾ വിന്യസിച്ചിരുന്നതും ശ്രദ്ധേയമാണ്. ചില പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ വലിയ സൈനിക വിന്യാസമായി ചിത്രീകരിച്ചു. എന്നാൽ മിസൈൽ പരീക്ഷണങ്ങളിൽ ടെലിമെട്രി വിവരങ്ങൾ സംഗ്രഹിക്കാനും വിക്ഷേപണപഥം നിരീക്ഷിക്കാനും ഇത്തരത്തിലുള്ള ട്രാക്കിംഗ് കപ്പലുകൾ ഉപയോഗിക്കുന്നത് ലോകത്തിലെ എല്ലാ പ്രധാന ബഹിരാകാശ പ്രതിരോധ ശക്തികളുടെയും പതിവ് രീതിയാണ്. അതിനാൽ ഇത് അസാധാരണ സൈനിക വിന്യാസമല്ല എന്ന് നിരവധി പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. 2024 സെപ്റ്റംബറിൽ ചൈന നടത്തിയ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ പരീക്ഷണവും വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴത്തെ അന്തർവാഹിനി അധിഷ്ഠിത വിക്ഷേപണം അതിന്റെ തുടർച്ചയായി വിലയിരുത്തപ്പെടുന്നു. ഇതിലൂടെ കരയിൽ നിന്നും സമുദ്രത്തിൽ നിന്നുമുള്ള 2 തരം തന്ത്രപ്രധാന മിസൈൽ ശേഷിയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ആധുനിക ലോകത്ത് ഒരു രാജ്യത്തിന്റെ ശക്തി സാമ്പത്തിക വളർച്ചയിൽ മാത്രം അളക്കപ്പെടുന്നില്ല. സാങ്കേതികവിദ്യ, ബഹിരാകാശ ഗവേഷണം, സൈബർ സുരക്ഷ, സമുദ്ര പ്രതിരോധം, മിസൈൽ പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ കഴിവുകളും ദേശീയ സുരക്ഷയുടെ നിർണായക ഘടകങ്ങളായി മാറിയിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ചൈനയുടെ ഈ പരീക്ഷണത്തെ പലരും സൈനിക ശക്തിപ്രകടനമെന്നതിലുപരി സാങ്കേതിക മികവിന്റെ പ്രകടനമായും വിലയിരുത്തുന്നു. ഇൻഡോ പസഫിക് മേഖല ഇന്ന് ലോകത്തിലെ ഏറ്റവും നിർണായകമായ ജിയോപൊളിറ്റിക്കൽ മേഖലയാണ്. ലോകവ്യാപാരത്തിന്റെ വലിയൊരു ഭാഗവും ഈ സമുദ്രപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്ക, ചൈന, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാന ശക്തികൾ ഇവിടെ സജീവ സാന്നിധ്യം നിലനിർത്തുന്ന സാഹചര്യത്തിൽ ഓരോ സൈനിക നീക്കവും ആഗോള ശ്രദ്ധ നേടുന്നത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും എല്ലാ രാജ്യങ്ങൾക്കും തങ്ങളുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അടിസ്ഥാന തത്വം. ചൈനയുടെ നിലപാടും അതുതന്നെയാണ്. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ സാങ്കേതിക ശേഷി വികസിപ്പിക്കുന്നത് തങ്ങളുടെ അവകാശമാണ്. ഇത് ആക്രമണത്തിനു വേണ്ടിയല്ല, മറിച്ച് പ്രതിരോധത്തിനും സ്ഥിരതയ്ക്കുമാണെന്ന് ചൈന ആവർത്തിക്കുന്നു. ഈ പരീക്ഷണം ഒരേ സമയം 2 സന്ദേശങ്ങളാണ് ലോകത്തിന് നൽകുന്നത്. ഒന്നാമത്, ചൈനയുടെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധശേഷി കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, ഇൻഡോ പസഫിക് മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഈ മാറ്റങ്ങൾ കൂടുതൽ സൂക്ഷ്മമായ നയതന്ത്രത്തിനും ഉത്തരവാദിത്വമുള്ള സൈനിക സമീപനത്തിനും ആവശ്യകത വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ചൈന ഇനിയൊരു പ്രാദേശിക ശക്തി മാത്രമല്ല, ആഗോള തന്ത്രപരമായ സമവാക്യങ്ങളെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞു.